Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണ്ടായിരുന്നോ? നിങ്ങൾക്ക് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു. കറക്റ്റ് ചെയ്തില്ലേ നിങ്ങളത്? ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ആംബുലൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ഇതിനകത്ത് ഏതാണ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ, ഇത് കിട്ടുന്ന കെയർ അനുസരിച്ച് അതിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് എ, ടൈപ്പ് ബി ഉണ്ട്, ടൈപ്പ് സി ഉണ്ട്, ടൈപ്പ് ഡി ഉണ്ട്. ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതില് വേറെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ല, സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി ഇതായിട്ട് കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ അനങ്ങാതെ നേരെ കിടത്തി കൊണ്ടുപോകുന്ന പേഷ്യന്റിനെ ഒന്നും അതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അധികം മെഡിക്കൽ ഫെസിലിറ്റി അതിനകത്ത് മെഡിക്കൽ ഫെസിലിറ്റി അവൈലബിൾ അല്ല. അതില് നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. ഇനി അടുത്തതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സ്റ്റാഫുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് എന്താ, എമർജൻസി ആംബുലൻസിലുള്ള സ്റ്റാഫുകളെക്കായും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സ്റ്റാഫുകളായിരിക്കും അതില് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് അവർക്ക് എന്താ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ആ പേഷ്യൻസിനെ എങ്ങനെ മൂവ് ചെയ്യിക്കണം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അവർക്ക് എന്താ പറയാ, അങ്ങനെയുള്ളത് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാവും. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നും വേണ്ട. ജസ്റ്റ് പേഷ്യന്റിനെ ഒന്ന് മാനേജ് ചെയ്യിക്കണം, എങ്ങനെ മൂവ് ചെയ്യിക്കണം, എങ്ങനെ ഇരിപ്പിക്കണം, കിടക്കണം എന്നൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരു ക്വാളിഫിക്കേഷൻ കുറഞ്ഞുള്ള സ്റ്റാഫുകൾ മതിയാവും അതില്. പിന്നെ അതിനകത്ത് ടൈപ്പ് സി ആണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അത് എങ്ങനെയാണ്, ഒരു ബേസിക് മോണിറ്ററിങ് ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് സിയിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള അടിസ്ഥാന നിരീക്ഷണം, ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, നമുക്ക് ആ ബേസിക് ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആയിരിക്കും ടൈപ്പ് സി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് സിയിൽ വരുന്നത്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ടൈപ്പ് സി ആണ്. ഇവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ടൈപ്പ് ഡി പറഞ്ഞില്ലല്ലോ, ടൈപ്പ് സി വരെയല്ലേ? യെസ്, ഓക്കെ. ഇതിപ്പോ അടുത്ത് നമ്മൾ പറഞ്ഞു ഏതാ, ടൈപ്പ് സിയിൽ എങ്ങനെയാണ്, അവിടെ ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകളാണ് അല്ലെ? അപ്പൊ അടിസ്ഥാനമായിട്ട് നമുക്ക് എന്താ പറയാ, അവർക്കടെ ഒരു ബേസിക് ആയിട്ട് അവർക്കടെ ജീവൻ നിലനിർത്താൻ വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ, ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് പോലുള്ള ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് സി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ടൈപ്പ് ഡി. അത് നോക്കിയേ, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അത് ഏത് ടൈപ്പിൽ വരുന്നതാണെന്ന് ചോദിക്കാം. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഡി ആണ്, ഡി ടൈപ്പ് ആംബുലൻസ് ആണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും, കുറച്ചും കൂടി എന്താ അഡ്വാൻസ്ഡ് ആയിരിക്കണം. ടൈപ്പ് സിയിലേക്കായും കുറച്ചും കൂടി ഫെസിലിറ്റികൾ കാര്യങ്ങൾ വേണം. അതായത് ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. അത്രത്തോളം ഫെസിലിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കും. അതായത് ടൈപ്പ് സിയിലേക്കായും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് അറിയപ്പെടുന്ന ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? ഇതാണ് ടൈപ്പ് ഡി. അതിന് പറയുന്ന മറ്റൊരു പേരാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. രണ്ടും സെയിം ആണ്, അതിന്റെ അതർ നെയിം ആണ്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിലെ മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നോക്കി. എ വെഹിക്കിൾ ഡിസൈൻ എർഗോണമിക്കലി. എർഗോണമിക്കലി എന്ന് പറഞ്ഞാൽ കംഫോർട്ട് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിന് കംഫോർട്ട് ആയിട്ടുള്ള രീതിയിൽ, എഫിഷ്യൻസി ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്.
equipped and suitably staffed for the transport and treatment of patients requiring invasive airway management or intensive monitoring. Intensive monitoring എന്ന് പറഞ്ഞാൽ എന്താ? Intensive തീവ്രമായ നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻവാസീവ് എയർവേ വെച്ചാൽ ആക്രമണാത്മകമായിട്ടുള്ള കുറച്ചും കൂടി എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ അതില് അത്രയ്ക്കുള്ള ഫെസിലിറ്റികളും വേണം അല്ലേ? അപ്പൊ ഈ ഇൻവാസീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ തീവ്ര നിരീക്ഷണം ആവശ്യമുള്ളത്, അപ്പൊ നല്ല എമർജൻസി കേസുകള്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അതൊന്ന് മീനിങ് എഴുതി വെച്ചോട്ടോ. ഇന്റൻസീവ് മോണിറ്ററിംഗ് തീവ്ര നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസ്. ഇന്റൻസീവ് തീവ്രമായ, അതാണ് മീനിങ്, തീവ്രമായ. അപ്പൊ കൂടുതൽ നമ്മള് മോണിറ്ററിങ് നിരീക്ഷണം വേണ്ടി വരുന്ന അല്ലെങ്കിൽ തീവ്രമായ നിരീക്ഷണം വേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആക്രമണാത്മകമായിട്ടുള്ള ആ സ്വഭാവങ്ങള് അല്ലെങ്കിൽ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അതിനുള്ള ഫെസിലിറ്റി ഉള്ള അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. This is equipped with the advanced life support machine. ഇതിനകത്ത് എന്തുണ്ടാവും? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻ. അപ്പൊ വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ എന്താ ടൈപ്പ് സിയിലേക്കായി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനേക്കായി കുറച്ചും കൂടി എന്താ ഇങ്ങനെ നമ്മൾ നമുക്ക് തീവ്രമായ നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മെഷീൻസുകളും അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസുകൾ അവിടെ ആ ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കണം. ഇനി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ ഇന്റൻസീവ് മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ്, അതൊന്ന് നോട്ട് ചെയ്തിട്ടേ. ഇന്റൻസീവ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടതാണ്. അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ടൈപ്പ് ഡി ആംബുലൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഡി ടൈപ്പ് ആംബുലൻസ്. ഇവിടെ നോക്കിയേ നിങ്ങൾ, ടൈപ്പ് സിയിൽ എന്തായിരുന്നു? ബേസിക് മോണിറ്ററിംഗ്. കണ്ടോ? അടിസ്ഥാന നിരീക്ഷണം. ഇവിടെ എന്താ? തീവ്രമായിട്ടുള്ള നിരീക്ഷണം. ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് അത് ടൈപ്പ് സി ആംബുലൻസ് ആണ്. ഇനി ഇന്റൻസീവ് മോണിറ്ററിംഗ് തീവ്രമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ടൈപ്പ് ടി എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതെന്ന് പറഞ്ഞ ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരിക്കും. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ടൈപ്പ് സിയിലേക്കായും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ്. ഇനി നോക്കിയാൽ നമുക്ക് നോക്കാം അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് എന്ന് പറഞ്ഞു നമ്മൾ. അതെന്തായിരിക്കും അതില്? അപ്പൊ അത് ഏതൊക്കെയാ വരുന്ന? ഡിഫിബ്രിലേറ്റേഴ്സ്. ഒന്നാമത്തെയാണ് ഡിഫിബ്രിലേറ്റേഴ്സ്. എന്താ? എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് എന്താ ബ്രീത്തിങ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം CPR കൊടുക്കുന്നത് അല്ലെ? അപ്പൊ CPR കൊടുത്തിട്ട് നമുക്ക് അവരുടെ എയർവേ നമുക്ക് അത് ബ്രീത്തിങ് ശരിയായില്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുന്നതാണ് ഡിഫിബ്രിലേറ്റർ. രണ്ട് ബ്രീത്തിങ് ഇങ്ങനെ പിടിക്കുന്ന ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് പോലെ ബ്രീത്തിങ് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. എക്സാമിന് ഇവിടെ ചോദിക്കാറുണ്ട് മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട് അങ്ങനെ ചോദിച്ചിട്ട് അതിന്റെ പേരുകൾ ഉണ്ടാവും. ഡിഫിബ്രിലേറ്റർ ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, അങ്ങനെ ഏതെങ്കിലും അതിന്റെ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പൊ കറക്റ്റ് എഴുതുക. ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഡിഫിബ്രിലേറ്റർ. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബ്രാക്കറ്റ് ഉള്ളതും കൂടി നിങ്ങൾ പഠിക്കണം. ഇനി അടുത്താണ് ECG മെഷീൻ. അത് നിങ്ങൾക്ക് അറിയാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? യൂസ്ഡ് ടു കീപ് എ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG മെഷീൻ. എക്കോ കാർഡിയോഗ്രാം കേട്ടിട്ടില്ലേ? It's a quick test to check the heart rate. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ECG എന്ന് പറയുന്നത്. അതിനുള്ള ECG മെഷീനും എന്തുണ്ടായിരിക്കണം? ആംബുലൻസിൽ ഉണ്ടായിരിക്കണം.
അതും അണ്ടർലൈൻ ചെയ്യട്ടാ. ECG machine used to keep a check for the heart rate of a person. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ. ഓക്കെ. പിന്നെ അടുത്തത് വെന്റിലേറ്റർ, പിന്നെ ഓക്സിജൻ സിലിണ്ടർ. ദെൻ അടുത്തത് പൾസ് ഓക്സിമീറ്റർ. എന്തിനാ? യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ്, എമൗണ്ട് ചെക്ക് ചെയ്യുന്ന, എത്രത്തോളം ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ ഉണ്ട് അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് പൾസ് ഓക്സിമീറ്റർ. അണ്ടർലൈൻ ചെയ്തിട്ടോ. യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പൾസ് ഓക്സിമീറ്റർ. അടുത്തതാണ് റെസിസ്റ്റേഷൻ കിറ്റ്. റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ലങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ചുരുങ്ങിപ്പോയിട്ടുള്ള ലങ്സിനെ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സക്ഷൻ മെഷീൻ ഉണ്ടാവും, ഓക്സിജൻ ട്യൂബ് ഉണ്ടാവും, മൗത്ത് ഓപ്പണർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിറ്റാണ് റെസിസ്റ്റേഷൻ കിറ്റ്. ലെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ചുരുങ്ങിപ്പോയിട്ടുള്ള ലെൻസിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ലെൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചേരാം കേട്ടോ. ലെൻസിന് വേണ്ടിയുള്ളതാണ്. അതായത് ചുരുങ്ങിപ്പോയിട്ടുള്ള ലെൻസിനെ സാധാരണ രീതിയിലാക്കാൻ, ദീപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ ഉണ്ടാവും, ഓക്സിജൻ ട്യൂബ് ഉണ്ടാകും, മൗത്ത് ഓപ്പണർ ഉണ്ടാകും, ഓക്സിജൻ റിസർവെയർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കിറ്റ്. ലെൻസിന് വേണ്ടിയാണെന്ന് നോട്ട് ചെയ്യാം. അടുത്തതാണ് സക്ഷൻ മെഷീൻ. സക്ക് ചെയ്തെടുക്കാൻ. ഇപ്പൊ വായിലൊക്കെ ഇങ്ങനെ കഫമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് വലിച്ചെടുക്കട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള സക്ഷൻ മെഷീൻ ഉണ്ടാവും. പിന്നെ നെബുലൈസർ. നെബുലൈസർ എന്തിനു വേണ്ടിയാ നെബുലൈസർ ഉപയോഗിക്കുന്നത്? എന്തിനാ? നെബുലൈസ് ചെയ്യാൻ അല്ലെ, ആവിയൊക്കെ വലിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ BP അപ്പാരറ്റസ്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസുകൾ ഈ ടൈപ്പ് D ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ അത്? അപ്പൊ അതിനകത്ത് എയർവേ ക്ലിയർ ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനകത്ത് ഏതാ? നോൺ ഇൻവാസീവ് എയർവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയർവേ മാനേജ്മെന്റ്, അതായത് നമുക്ക് ബ്രീത്തിങ് ഇതല്ലെങ്കിൽ നമ്മൾ ഒരു കുഴൽ വെച്ച് നമ്മൾ ബ്രോങ്കിയോസ്കോപ്പി ഒക്കെ പറഞ്ഞില്ലേ, നമ്മള് ഈ ഒരു ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ആ ലങ്സിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ബ്രീത്തിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് ഇൻവാസീവ് എയർവേ. ആക്രമണാത്മകമായിട്ടുള്ള, അതായത് അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്, തീവ്ര നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. സക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കിങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ അല്ലേ ഇതിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ വായിലൊക്കെ കഫം വരൂലേ, ആ കഫം വരുമ്പോ അവർക്ക് തുപ്പിക്കളയാൻ പറ്റില്ല. അപ്പൊ ആ കഫമൊക്കെ ഉള്ളത് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സക്ഷൻ മെഷീൻ എന്ന് പറയുന്നത്. വായിലുള്ള കഫമൊക്കെ സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ സക്ഷൻ മെഷീൻ. ഓക്കെ. സക്ഷൻ മെഷീന്. പിന്നെ നെബുലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ലേ അത്. പിന്നെ BP ഒക്കെ നോക്കാനായിട്ടുള്ള BP അപ്പാരറ്റ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസുകൾ ഈ ടൈപ്പ് Dയിൽ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതിനകത്ത് ഓരോന്ന് നോക്കി വെക്കണം കേട്ടോ, ഏതൊക്കെയാ ഉള്ളത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ ആ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് തന്നിട്ട് അത് കറക്റ്റ് ചെയ്താണ്. ഇപ്പൊ ഇവിടെ ചോദിക്കാം, ഡാഷ് ഈസ് എ മെഷീൻ യൂസ്ഡ് ടു റിസീവ് ദ ഹാർട്ട്. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് തരാം. ഡിഫിബ്രിലേറ്റർ തരാം, ഓക്സിജൻ സിലിണ്ടർ തരാം, നെബുലൈസർ, സക്ഷൻ മെഷീൻ, അങ്ങനെ 2-3 ഓപ്ഷനുകൾ തരാം. അപ്പൊ കറക്റ്റ് ചെയ്താന്ന് എഴുതുക. പിന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാ? ECG മെഷീൻ. പിന്നെ ബ്ലഡിലുള്ള ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പൾസ് ഓക്സിമീറ്റർ. ലെൻസിന് വേണ്ടി, ലെൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയിട്ടുള്ള ലെൻസിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റേഷൻ കിറ്റ്. പിന്നെ വായിലുള്ള കഫമൊക്കെ സക്ഷൻ, സക്ക് ചെയ്തെടുക്കുക, വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സക്ഷൻ മെഷീൻ. പിന്നെ നെബുലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ആവിയൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നെബുലൈസർ. പിന്നെ BP അപ്പാരറ്റസ്, BP ഒക്കെ നോക്കാം. അപ്പൊ ഇത്രയും ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ ഈ ടൈപ്പ് Dയിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്കത്?
ഇന്റൻസീവ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള കോഴ്സ് കാർഡ് കണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ യൂട്യൂബിൽ പോയി അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ആണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണണോ, ഡിഫിബ്രിലേറ്റർ കാണണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിന്റെ പിക്ചറും അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇതിനകത്ത് പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, ഒന്ന് കാണണം, എന്താണ് അതിന്റെ പ്രവർത്തനം എന്നൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കാം കേട്ടോ. യൂട്യൂബിൽ ഒന്ന് കയറി നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നെബുലൈസറോ സക്ഷൻ മെഷീനൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കത് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെങ്കിൽ നമുക്കത് നോക്കാം. നിങ്ങൾക്ക് ഫോൺ ഉണ്ടല്ലോ, എല്ലാവർക്കും ഫോൺ ഉണ്ട്. ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു കോഴ്സ് കാർഡ് കണ്ടു, ഇപ്പൊ ക്ലിയർ ആയില്ലേ? നമ്മൾ പറയുന്നതിനേക്കായി കുറച്ചുകൂടി നിങ്ങൾക്ക് അത് കറക്റ്റ് കാണുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഉണ്ടായിരിക്കും. അത്രയും ഫെസിലിറ്റി ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ടൈപ്പ് D എന്ന് പറഞ്ഞാൽ. അഡ്വാൻസ്ഡ് ആണ്. അത്രയും കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെ, നല്ല തീവ്രമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ടൈപ്പ് D ആംബുലൻസ്. ഓക്കെ, ഇനി അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റാ? പേഷ്യൻസിന് അല്ലെ, പേഷ്യന്റിന് ട്രാൻസ്പോർട്ട് സമയത്ത് ഒക്കെ പേഷ്യൻസിന് കൂടുതൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെഷീനുകളാണ് നമ്മൾ പറഞ്ഞ എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ഇത് പറഞ്ഞ ഓരോന്നും. ഇനി അതുകൂടാതെ ആംബുലൻസിൽ കുറച്ച് വേറെ എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് എനിക്ക് പറയാൻ പോകുന്ന എക്യുപ്മെന്റ്സ്. ഹെഡിങ് നോക്കട്ടോ. Beside the equipments strictly used for the treatment of the patient. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞതൊക്കെ എന്താ? പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പേഷ്യൻസിന് വേണ്ടിയിട്ട് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളാണ്, ആംബുലൻസിലുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതിന് പുറമെ beside the equipment strictly used for the treatment of the patient, പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾക്ക് പുറമെ ആംബുലൻസ് ഷുഡ് ഹാവ് ബീൻ ഫിറ്റഡ് വിത്ത് എ റേഞ്ച് ഓഫ് എക്സ്ട്രാ എക്യുപ്മെന്റ്സ്. ആംബുലൻസിൽ എന്തുണ്ട്? അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളുണ്ട് which are used in order to facilitate എന്നാണ് കേട്ടോ അത് വാക്ക്. അതൊന്ന് കറക്റ്റ് ചെയ്തേരെ. Facilitate, FACILITATE, in order to facilitate patient care. ഇതെന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസ് കെയർ, രോഗികളുടെ പരിചരണം കുറച്ചുകൂടി സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ കുറച്ച് വേറെ എക്യുപ്മെന്റ്സ് കൂടി ആംബുലൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായി നിങ്ങൾക്കത്? നമ്മൾ ഈ പറഞ്ഞതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലേ? അപ്പൊ അതല്ലാതെ അതിന് പുറമെ തന്നെ ആംബുലൻസിന് വേറെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാ? ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണം അത് ഉറപ്പാക്കുന്നതിന്, അത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, പേഷ്യന്റ് കെയർ കുറച്ചും കൂടി സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കൂടാതെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളും ഈ ആംബുലൻസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? ദിസ് ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റത്തെയാണ് ടൂ വേ റേഡിയോ. കേട്ടിട്ടുണ്ടോ ടൂ വേ റേഡിയോ എന്ന്? ടൂ വേ റേഡിയോ എന്താ അതിന്റെ ഒരു പർപ്പസ്? റേഡിയോ ഇത് ടൂ വേ റേഡിയോ കേട്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് ആംബുലൻസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്യുപ്മെന്റ്സുകൾക്ക് പുറമെ ആംബുലൻസിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെയാണ് ടൂ വേ റേഡിയോ എന്ന് പറയുന്നത്. ടൂ വേ റേഡിയോ എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ പർപ്പസ് കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. എഴുതി വെച്ചോ സിമ്പിൾ ആയിട്ട്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ടൂ വേ റേഡിയോ ഉപയോഗിക്കുന്നത്. നോട്ട് ചെയ്തോ കേട്ടോ, കമ്മ്യൂണിക്കേഷൻ പർപ്പസ്.
കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അതായത് ആംബുലൻസിലുള്ള ആ ഡ്രൈവറും അല്ലെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ഡ്രൈവറും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. വോക്കി ടോക്കി ഇല്ലേ, അതുപോലെയുള്ളത്, അത് സിമിലർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. ആംബുലൻസിലുള്ള ഡ്രൈവറും ഏതാണ്, ഇതാണോ ടു വേ റേഡിയോ ആണോ? ടൈപ്പ് ഡിയിലും ടൈപ്പ് ബിയിലൊക്കെ ഉണ്ടായിരിക്കും ഇത്. ടു വേ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ മിക്ക ആംബുലൻസുകളിലും തന്നെ ഇതുണ്ട്. അതിപ്പോ ഓരോ ആംബുലൻസിന് ഇതനുസരിച്ച് വ്യത്യാസപ്പെടാനും ഇതുണ്ട്. ടു വേ റേഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണെന്ന് പറഞ്ഞു. ആംബുലൻസിലുള്ള ഡ്രൈവറും ഹോസ്പിറ്റലും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാം. ഇവിടെ എക്സാമ്പിൾ അടക്കം പറയുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. This one is the most important piece of equipment in present day emergency medical services, since allow for issuing of job to the ambulance and it can permit the crew to pass information back to ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എമർജൻസി മെഡിക്കൽ സർവീസിൽ നമ്മൾ പ്രസന്റ് ഡേയിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്വിപ്മെന്റ് ആണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. എമർജൻസി മെഡിക്കൽ സർവീസിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്വിപ്മെന്റ് ആണ് ഈ ടു വേ റേഡിയോ. അത് മിക്ക ആംബുലൻസിൽ ഉണ്ടാവും. ഇപ്പൊ ടൈപ്പ് ബി ഡി എന്ന് അങ്ങനെ എടുത്ത് പറയണമെന്നില്ല. ഇപ്പൊ സാധാരണ ആംബുലൻസിലാണെങ്കിൽ ഇപ്പൊ ആംബുലൻസ് പോയി ആംബുലൻസിലുള്ള ഡ്രൈവറിന് ഹോസ്പിറ്റലുമായിട്ട് ഒന്ന് ബന്ധപ്പെടുന്നെങ്കിൽ നമുക്ക് ഈ ടു വേ റേഡിയോ ഫെസിലിറ്റി ഉണ്ട്. CCTV അങ്ങനെ കുറെ ഇതിനകത്ത് എക്വിപ്മെന്റിൽ വരുന്നുണ്ട്. അത് മിക്ക ആംബുലൻസുകളും അത് സജ്ജീകരിച്ചിട്ടുണ്ട് ടു വേ റേഡിയോ. അതിനകത്ത് അത് പറഞ്ഞേക്കുന്നത്, അതായത് ഇപ്പൊ നമ്മുടെ പ്രസന്റില് നമ്മളിപ്പോ ഈ എമർജൻസി കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ആംബുലൻസിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്വിപ്മെന്റ് ആണ് അവിടെ ടു വേ റേഡിയോ എന്ന് പറയുന്നത്. അപ്പോ അതിലെന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ കൊണ്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ ഓൺ ദ വേയില് നമുക്ക് ഈ ഹോസ്പിറ്റലുമായിട്ട് ഈ എന്താ പറയാ ആ ഡ്രൈവറിന് ഹോസ്പിറ്റലില് ഇപ്പൊ ആ ഒരു പേഷ്യന്റ് ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഇന്ന പേഷ്യന്റിനെ കൊണ്ട് വരുന്നുണ്ട്, അത് ഇത്ര സമയം കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും എന്നൊരു ഇൻഫർമേഷൻ പെട്ടെന്ന് ആ ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ടു വേ റേഡിയോ. ഇത് അതിനകത്ത് ഓഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ, ഓഡിയോ വഴി കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ വിളിച്ചു പറയാം. അപ്പൊ ഇവിടെ ആംബുലൻസിലെ ഡ്രൈവറിന് ആ ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്കാണ് ആ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പറയാം 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ എത്തുന്ന ഓൺ ദ വേയിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. അപ്പൊ ആ ആംബുലൻസ് വന്ന സമയം ഇപ്പൊ പെട്ടെന്ന് എമർജൻസി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സർജറി ഒക്കെ വേണമെങ്കിൽ തിയേറ്ററിൽ സജ്ജാക്കി വെക്കണം. പേഷ്യന്റ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാ സജ്ജീകരണം അവിടെ റെഡി ആക്കണം. പേഷ്യന്റ് കൊണ്ടുപോകാനുള്ളത് സ്ട്രെച്ചർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ റെഡി ആയിരിക്കണം. അവർക്കൊരു മുന്നറിയിപ്പ് ഇപ്പൊ ഈ പേഷ്യന്റിനെ കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഇതുള്ള പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ എന്നുള്ളത് ആ ചെല്ലണേക്കായി മുന്നേ ആ ഹോസ്പിറ്റലിന് ഒരു വിവരം കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവർ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പർപ്പസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, എ പ്രയോറിറ്റി മെസ്സേജ് ടു വാൺ ദ ഹോസ്പിറ്റൽ ഫോർ ദ ഇഫക്ട് അറൈവൽ ഓഫ് എ ക്രിട്ടിക്കൽ പേഷ്യന്റ്. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ട് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുന്നേ ഒരു പ്രയോറിറ്റി. അപ്പൊ ആ ഒരു പേഷ്യന്റ് മുൻഗണന അവിടെ കൊടുക്കണം അല്ലെ. ഇന്ന പേഷ്യന്റ് ഇപ്പൊ എത്തും എന്ന് പറയുമ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ റെഡിയാക്കി വെക്കണം. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള അതൊരു പ്രയോറിറ്റി മെസ്സേജ് അതാണ് ഈ ടു വേ റേഡിയോയിലൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ടു വേ റേഡിയോ ഇപ്പൊ നമുക്ക് ആ ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്ക് ആ മെഡിക്കൽ ഫെസിലിറ്റി ഇതും പറയാം. പേഷ്യന്റ് മെഡിക്കൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ആ ഓൺ ദ വേയിൽ പറയാം.
ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നപ്പോ കുഴപ്പമില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങി ആംബുലൻസിൽ അത്രയും ദൂരം വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ. അപ്പൊ ഓൺ ദ വേയില് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് എന്നുള്ള ഇമ്മീഡിയറ്റ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. പെട്ടെന്നുള്ള അറിവിൽ എത്തിച്ചേരല്, ക്രിട്ടിക്കൽ പേഷ്യന്റിനെ കുറിച്ചുള്ള പെട്ടെന്നുള്ള ഒരു എത്തിച്ചേരല് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രയോറിറ്റി മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് 2-way റേഡിയോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പേഷ്യന്റ് കണ്ടീഷൻ എന്താണെന്ന് അപ്പൊ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിനുള്ളൊരു സൗകര്യം അവർക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഓൺ ദ വേയിലാണെങ്കിലും ഈ ഹോസ്പിറ്റലിലെ ആംബുലൻസിലുള്ള ഡ്രൈവറും ആ ചെല്ലേണ്ട ഹോസ്പിറ്റലുമായിട്ട് ഒരു മെസ്സേജ് കൈമാറുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് എന്താ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ് 2-way റേഡിയോ ഇവിടെ ചെയ്യുന്നത്. ആ എക്സാമ്പിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അത് priority message to warn the hospital for the imminent arrival of a critical patient. ഒരു ദുരാവസ്ഥയിലുള്ള പേഷ്യന്റിനെ കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ആ പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അറൈവല് അത് ഹോസ്പിറ്റലിന് അറിയിക്കാനും അതിനൊരു മുൻഗണന കൊടുക്കാനും ആ പേഷ്യന്റിന് വേണ്ട എല്ലാം ശരിയാക്കി വെക്കണമല്ലോ. ചെന്നിട്ട് നമ്മൾ അത് റെഡിയാക്കുന്നതിനേക്കാളും ഓൺ ദ വേയിൽ പറയുകയാണെങ്കിൽ അപ്പൊ അവര് സജ്ജീകരിച്ച് റെഡിയാക്കുമല്ലോ. അപ്പൊ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താന്നൊക്കെ നമുക്ക് അപ്പൊ വേണമെങ്കിൽ അറിയിക്കാനും ഒക്കെ എന്താ ഈ 2-way റേഡിയോയിലൂടെ സാധിക്കും. ഇനി അടുത്തതാണ് രണ്ടാമത്തെ മൊബൈൽ ഡേറ്റ ടെർമിനൽ. മൊബൈൽ ഡേറ്റ ടെർമിനൽ. Some ambulances are equipped with a mobile data terminal or MDTS. Expanded form ഒന്ന് നോട്ട് ചെയ്തിട്ടേ കേട്ടോ. MDTS, mobile data terminals, which are linked without wire to central computer, usually at a control center. ഇത് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കും മൊബൈൽ ഡേറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സെൻട്രൽ കമ്പ്യൂട്ടർ ഹോസ്പിറ്റലിലെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. 2-way റേഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2-way റേഡിയോയിൽ നമുക്ക് ഓഡിയോ മാത്രമേ പറ്റുള്ളൂ അല്ലെ. ഓഡിയോ മാത്രം വിളിച്ചു പറയുന്ന കാര്യം ഇന്നതുപോലെയാണ് ഇന്ന കാര്യങ്ങൾ വിളിച്ചു പറയണമെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നാൽ MDT മൊബൈൽ ഡാറ്റ ടെർമിനൽസ് അവിടെ എന്താ വീഡിയോ കൂടി കാണാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വയർ ഇല്ല, വിത്തൗട്ട് വയർ ഇത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട്, യൂഷ്വലി അറ്റ് ദ കൺട്രോൾ സെന്റർ, ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. This terminal can function in the place of alongside the 2-way radio and can be used to pass the details of works to the crews. കണ്ടോ? അപ്പൊ ആ ആംബുലൻസിലുള്ള ജോലിക്കാര് ആ ഒരു പേഷ്യന്റിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്ങനെ കെയർ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് കൊണ്ട് കറക്റ്റ് വീഡിയോ കാണാൻ പറ്റും. വീഡിയോ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വിളിച്ചു പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് അല്ലേ. അപ്പൊ ഡോക്ടറിനാണെങ്കിലും അത് തിരിച്ച് ആംബുലൻസിലുള്ള ആ ഒരു സ്റ്റാഫുകൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാം. അവര് ചെയ്യണത് കണ്ടിട്ട് ഇന്ന രീതി ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യന്റിനെ എന്തൊക്കെയാ ചെയ്യണ്ടേന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും. And can log the time the crew was mobile to patient, arrived and left the scene on any other computer based function. വിളിച്ചു പറയുന്നതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി മെസ്സേജ് ക്ലിയർ ആയിരിക്കും, മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഇതെല്ലാ കാര്യങ്ങളും എന്താ ഒരു റെക്കോർഡായിരിക്കും, എല്ലാം റെക്കോർഡായിരിക്കും. അതപ്പോ ഇവിടെ ആംബുലൻസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മെഡിക്കൽ ടീമിന് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് തന്നെ അത് കാണാൻ പറ്റും. അപ്പൊ അത് വീഡിയോ കണ്ടിട്ട് തന്നെ ക്രൂസിന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ പോലെ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ അത് വീഡിയോ കണ്ടിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതനുസരിച്ച് നമുക്ക് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും മെഡിക്കൽ ടീമിന്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് മൊബൈൽ ഡേറ്റ ടെർമിനലിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ, ഫുൾഫിൽ എനി അതർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ.
ഒരു വയറൊന്നുമില്ല, ഒരു ഹോസ്പിറ്റലിലുള്ള ഒരു സെന്ററോ കമ്പ്യൂട്ടറോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ഈ ആംബുലൻസിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നേരെ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഡോക്ടേഴ്സിനൊക്കെ ഈ സ്റ്റാഫിന്, ആംബുലൻസിലുള്ള സ്റ്റാഫിന് അവർക്ക് ആ വീഡിയോ കണ്ടിട്ട് തന്നെ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് മൂന്നാമത്തെ എവിഡൻസ് ഗ്യാതറിംഗ് CCTV. CCTV അറിയാലോ, അറിയില്ലേ? എല്ലായിടത്തും വെക്കുന്നുണ്ട് അല്ലെ CCTV. എന്തിനു വേണ്ടിയാ CCTV വെക്കണേ? CCTV ക്യാമറകൾ എന്തിനാ വെച്ചേക്കുന്നേ? എന്തിനു വേണ്ടിയാ CCTV? നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടോ? CCTV വെച്ചിട്ടുണ്ടോ? ഇല്ലേ? കണ്ടിട്ടില്ലേ? CCTV കണ്ടിട്ടില്ലേ? യെസ്, കണ്ടിട്ടുണ്ട്. എന്തിനാ? അപ്പൊ അവിടെ എന്താണ് കാര്യം നടന്നതെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി അല്ലേ? ഓക്കെ, സം ആംബുലൻസ് are now being equipped with video cameras which are used to record activity either inside or outside the vehicle. ഇത് വാഹനത്തിന് പുറത്തുള്ളത് മാത്രമല്ല, അകത്തുള്ളത് മാത്രമല്ല, പുറത്തുള്ള കാര്യങ്ങൾ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് രണ്ടും ഉണ്ട്. ഇൻസൈഡിലുള്ളതോ അല്ലെങ്കിൽ ഔട്ട്സൈഡിലുള്ളതോ രണ്ടും നമുക്ക് പുറത്തുള്ള ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ഓക്കെ, വെരി ഗുഡ്. ഇതുവരെ നടന്നത് അറിയാനും അപ്പോൾ അറിയാൻ ബാക്കിയുള്ളത്. ഓക്കെ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിട്ട് CCTV നോക്കി ആ സമയത്ത് അവിടെ ആരെ വന്നതിനൊക്കെ നേരെ വിറ്റ്നസ് ആണ്, നമുക്ക് നേരെ നോക്കി അറിയാൻ പറ്റും അല്ലെ? അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ആംബുലൻസിന്റെ ഉള്ളില് CCTV എവിഡൻസ് ഗ്യാതറിംഗ് CCTV സജ്ജീകരിച്ചിട്ടുണ്ട്. അതെന്തിനാ? ആ ആംബുലൻസിനുള്ളിലുള്ള നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും പിന്നെ പുറത്തുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേ ഓൾസോ ബി ടൈറ്റിൽ വിത്ത് സൗണ്ട് റെക്കോർഡ് ഫെസിലിറ്റി. അതിന്റെ ഒരു പ്രത്യേകത എന്താ? സൗണ്ട് കൂടി കേൾക്കാൻ പറ്റും. സൗണ്ട് റെക്കോർഡ് ഫെസിലിറ്റിയും കൂടി ഉണ്ട്. This can be used as a protective measures from violence against the ambulance crews. കണ്ടോ? ആംബുലൻസ് or in some cases. ഇപ്പൊ ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ആംബുലൻസിലെ ജോലിക്കാർക്കെതിരെ എന്തെങ്കിലും അക്രമങ്ങളോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊട്ടക്റ്റീവ് മെഷർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് പല സിനിമകളിലും കണ്ടിട്ടില്ലേ ആംബുലൻസിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വേറെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതെ സ്റ്റാഫിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ വഴിയില് വേറെ വണ്ടി വന്ന് ബ്ലോക്ക് ചെയ്ത് ആംബുലൻസിലുള്ള ആൾക്കാരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ ഒരു പേഷ്യന്റിനെ കൊണ്ടൊക്കെ പോണത് ഇപ്പൊ നമ്മൾ പറയില്ല ക്രൈമോ അല്ലെങ്കിൽ അങ്ങനെ കുറ്റകൃത്യമൊക്കെ ചെയ്ത ആളുകളൊക്കെയാണ്, അങ്ങനെയുള്ളവരെയാണെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ആംബുലൻസിൽ ഉള്ള ആൾക്കാരുടെ ഡ്രൈവറിനെയും കൂടെയുള്ള സ്റ്റാഫിനെയൊക്കെ ഇടിച്ചിട്ട് അവരെ കൊണ്ട് രക്ഷപ്പെട്ട് പോണതൊക്കെ കണ്ടിട്ടില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ആംബുലൻസിലെ ജോലിക്കാർക്ക് ആ ക്രൂസിനെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ അതിനൊരു പ്രൊട്ടക്റ്റീവ് മെഷർ. അപ്പൊ ആ CCTV നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ ആരാ വന്നത് അല്ലെങ്കിൽ എന്താ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിച്ചതെന്നുള്ളത് കറക്റ്റ് നമുക്ക് എവിഡൻസ് അടക്കം നമുക്ക് ആ CCTV കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയാ ആ ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാം. In some cases, to manifest or refute cases where a member of a crew stands accused of wrongdoing. Accused എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക. ഓക്കെ. refute എന്ന് വെച്ചാൽ എന്താ? നിരസിക്കുക, നിഷേധിക്കുക. refute cases. refute. വയലൻസ് അറിയാലോ, ആക്രമണം. പിന്നെ അത് നോക്കിയേ. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു പ്രൊട്ടക്റ്റീവ് മെഷർ ആയിട്ട് ആംബുലൻസ് ക്രൂസിന് എതിരായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അക്രമങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണ നടപടിയായിട്ട് നമുക്ക് CCTV ഉപയോഗിക്കാം. അടുത്തത് എന്താ? ഓർ ഇൻ സം കേസസ് ടു മാനിഫെസ്റ്റ്, പ്രകടിപ്പിക്കുക. ഓർ refute കേസസ്, നിരസിക്കുന്നതിന് വേണ്ടിയിട്ട്. വേർ ദ മെമ്പർ ഓഫ് ക്രൂ സ്റ്റാൻഡ്സ് അക്യൂസ്ഡ് ഓഫ് റോങ് ഡൂയിങ്. തെറ്റായിട്ട് അക്യൂസ്ഡ് എന്ന് വെച്ചാൽ എന്താ പറയാ, കുറ്റപ്പെടുത്തുക. അപ്പൊ ഈ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ഓൺ ദ വേയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണ്, പേഷ്യന്റ് വല്ല മരിച്ചു പോവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ നമ്മൾ എന്താ പറയാ കുറ്റപ്പെടുത്താൻ വേണമെങ്കിൽ
നിങ്ങളുടെ ശ്രദ്ധ കുറവുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോക്കാത്തതുകൊണ്ട് ആ ക്രൂസിന് വേണമെങ്കിൽ എന്തെങ്കിലും കാരണം ഒരു കുറ്റം ആരോപിക്കാം, അല്ലേ? അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കാം. നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ. അപ്പോ എന്താ പറയാ, അപ്പൊ അത് അവർക്കുടെ ആ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ഓർ റിഫ്യൂട്ട് കേസസ്. അതല്ലേ, സ്റ്റാഫിനെ കുറ്റക്കാരനാകാൻ ശ്രമിക്കും. അപ്പൊ സ്റ്റാഫിന് രക്ഷപ്പെടണ്ടേ, അവർക്ക് രക്ഷപ്പെടാൻ, അവർക്കുടെ അത് നിഷേധിക്കാൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഒന്ന് റിഫ്യൂട്ട് ചെയ്യാൻ, നിഷേധിക്കാനോ അല്ലെങ്കിൽ അവർക്കുടെ ആ നിരപരാധിത്വം അവർക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ CCTV ഉപയോഗിക്കുക. അപ്പൊ അവർക്ക് പറയാം, നിങ്ങൾ CCTV ചെക്ക് ചെയ്തോ, അതിനകത്ത് കറക്റ്റ് ആയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാണാം എന്നുള്ളത് പറഞ്ഞ് അവർക്ക് ആ ഫ്രൂട്ട്സിന് അവർക്കുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ഇതാ പറയുന്നത് കേട്ടോ. ആംബുലൻസ് ക്രൂസിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ ആയിട്ടും CCTV ഉപയോഗിക്കാം. പിന്നെ ഈ ആംബുലൻസ് ജോലിക്കാർക്ക് എന്തെങ്കിലും ആരോപിക്കപ്പെടുകയാണെങ്കിൽ അപ്പൊ അവർക്ക് അതിൽ നിന്ന് അവർക്കുടെ നിരപരാധിത്വം തെളിയിക്കാനും ഒക്കെ നമുക്ക് ഈ CCTV സഹായിക്കും. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ, എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് ആ രണ്ടെണ്ണം ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ അവിടെ. പ്രൊട്ടക്റ്റീവ് മെഷർ ഫ്രം വയലൻസ് അഗൈൻസ്റ്റ് ആംബുലൻസ് ക്രൂസ് or in some cases manifest or refute cases where the member of crew stands accused of wrongdoing. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ലൈനും നോക്കി വെച്ചോ. യൂസ്ഡ് ടു റെക്കോർഡ് ആക്ടിവിറ്റി ഐദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ വെഹിക്കിൾ. അതിനേത് ഉപയോഗിക്കുന്നത് CCTV ആണ്. CCTV cameras which are used to record activity either inside or outside the vehicle. Okay. ഇനി അടുത്തതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ടെയിൽ ലിഫ്റ്റ് ഈ ആംബുലൻസുകളിൽ ആംബുലൻസ് ക്യാൻ ബി equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. ഇപ്പൊ നമ്മൾ ഇത് പറയുന്ന പ്രധാനമായിട്ട് റാമ്പ്, ഈ നമ്മുടെ ഭയങ്കര വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഇല്ലേ, ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? RAMB, ചെരിഞ്ഞ ഒരു സ്ഥലം, ചെരിഞ്ഞിരിക്കുക. റാമ്പ് RAMB റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ പ്രതലം എന്നുള്ള ഒരു മീനിങ് ആണ്. ആംബുലൻസില് ഈ നല്ല വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഇല്ലേ, അപ്പൊ അവരെയൊക്കെ ആംബുലൻസിലേക്ക് കയറ്റാനായിട്ട്, അപ്പൊ അവരെടുത്ത് നമുക്ക് പൊക്കി കയറ്റാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അല്ലെ? ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനൊക്കെ, അമിതവണ്ണം, ഭയങ്കര വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ എടുത്ത് കയറ്റാന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരെ നമ്മൾ പൊക്കാതെ, ഓക്കെ, പേഷ്യന്റ് വിത്തൗട്ട് ഹാവിങ് ടു ടേക്ക് അപ്പ് എനി ലിഫ്റ്റിംഗ്, അവരെ എടുത്ത് പൊക്കാതെ അവരെ സേഫ് ആയിട്ട് ആംബുലൻസിലേക്ക് കയറ്റുന്നതിനുള്ള ഒരു സംവിധാനമാണ് ടെയിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. Okay, this is particularly important where the patient is obese എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി, അമിതവണ്ണം, or specialty care transport that need large huge equipment such as neonatal incubator or hospital beds. പിന്നെ ഭയങ്കര കെയർ കൊടുക്കേണ്ട കേസുകളിലെ ട്രാൻസ്പോർട്ട് സമയത്ത് ഭയങ്കര കെയർ കൊടുത്തുകൊണ്ട് പോണ കേസുകൾ, അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന വലിയ മെഷീനുകൾ, ലാർജ് ഹ്യൂജ് എക്യുപ്മെന്റ്. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കാണ് നിയോണേറ്റൽ ഇൻക്യുബേറ്റർ. അതെന്താ നിയോണേറ്റൽ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ? നിയോണേറ്റൽ ഇൻക്യുബേറ്റർ കുഞ്ഞു കുട്ടികളില്ലേ, നവജാത ശിശുക്കള്, പിണ്ടായ കുഞ്ഞുങ്ങളെയൊക്കെ ഉള്ള ഒരു ഇൻക്യുബേറ്റർ ആണ് നിയോണേറ്റൽ ഇൻക്യുബേറ്റർ. അപ്പൊ കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചിലപ്പോ ഈ ഹോസ്പിറ്റലിൽ പറ്റില്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരൂലേ. അപ്പൊ അങ്ങനെയുള്ള ലാർജ് വലിയ എക്യുപ്മെന്റ് ആണ്. അതൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കത് എടുത്ത് പൊക്കി ആംബുലൻസിലേക്ക് കയറ്റാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് സമയത്ത് നമുക്ക് ഈ ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ഉപയോഗിക്കാം. അത് നോക്കിയേ, they may also be equipped and connected with devices such as winches എന്ന് വെച്ചാൽ പടിയാണ്, which are formed to pull weighty patient the vehicle. അതായത് നമ്മൾ ഈ പടിയില്ലേ, അതിലേക്ക് ഈ സാധനം നമുക്കിത് കണക്ട് ചെയ്യും, റാമ്പ്.
അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ മെഷീനാണെങ്കിൽ ഇപ്പൊ നിയോണറ്റൽ ഇൻക്യുബേറ്റർ ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പേഷ്യന്റ് ഭയങ്കര പൊണ്ണത്തടിയുള്ള പേഷ്യൻസിനെ ഒക്കെ ആണെങ്കിലും അത് ആ റാമ്പിലേക്ക് നമുക്ക് ആ ഇഞ്ചസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒന്ന് പതുക്കെ ഒന്ന് തൊട്ടാൽ മതി, നേരെ നമുക്ക് ആംബുലൻസിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റും. നമ്മൾ സ്ട്രെയിൻ ചെയ്യില്ല, അത് പൊക്കി എടുത്തൊന്നും കയറ്റണ്ട. അതിന് വേണ്ടിയിട്ടാ ഭാരമുള്ള പേഷ്യൻസിനെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഹ്യൂജ് എക്യുപ്മെന്റ്സുകൾ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനായി രൂപീകരിച്ചിട്ടുള്ളതാണ് ഇത് ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ചോദിക്കാം tail lift or ramp in order to facilitate loading a patient without having to take up any lifting. ഏതാ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ഏതാ? ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ്. ലിഫ്റ്റ് ചെയ്യാതെ പേഷ്യൻസിന് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേതോ ഓബിയസ് ആയിട്ടുള്ളത് പേഷ്യൻസിനെ, അമിത വണ്ണമുള്ള പേഷ്യൻസിനെ ഒക്കെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സജ്ജീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ചെയിൻ ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ ഇങ്ങനെയുള്ള ഹ്യൂജ് എക്യുപ്മെന്റ്സ്, നിയോണറ്റൽ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബെഡ്, ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഹോസ്പിറ്റൽ ബെഡ്സ്, ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്കത് കയറ്റാൻ പറ്റും. അത് വിഞ്ചസുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കും. അപ്പൊ ആ പടിയിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ എക്യുപ്മെന്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഒക്കെ ആണെങ്കിലും അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഒന്ന് പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് സുഖമായിട്ട് അവരെ കയറ്റാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ അത്. ഇനി അടുത്തതാണ് ട്രോമ ലൈറ്റിംഗ്. ട്രോമ ലൈറ്റിംഗ്. ഇനി ബിസൈഡ്സ് ടു നോർമൽ വർക്കിംഗ് ലൈറ്റിംഗ്, ambulance can be fitted with the special lighting. അപ്പോ ഇതിന് പുറമെ സാധാരണ ആംബുലൻസിലെ ലൈറ്റ് കണ്ടിട്ടില്ലേ നിങ്ങള്? അല്ലേ, ആംബുലൻസിലെ ലൈറ്റുകൾ കണ്ടിട്ടില്ലേ? പുറത്തൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് പോകുമ്പോ ലൈറ്റ് ഇട്ട് പോകും. പിന്നെ ആംബുലൻസിന്റെ സൈഡുകളിലൊക്കെ ആണെങ്കിൽ കുറെ ലൈറ്റ് അറേഞ്ച്മെന്റ് കണ്ടിട്ടില്ലേ നിങ്ങള്? ആംബുലൻസ് കണ്ടിട്ടില്ലേ? യെസ്, ഗോപികൾക്ക് റെഡ് ബ്ലൂ അങ്ങനെയുള്ള കുറെ ലൈറ്റുകൾ ഉണ്ടാവും. എന്തിനാ ആംബുലൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ അങ്ങനെയുള്ള നോർമൽ വർക്കിംഗ് ലൈറ്റിന് പുറമെ ആംബുലൻസിന് സ്പെഷ്യൽ ലൈറ്റ്, ചില പ്രത്യേക ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്? ഓഫൺ ബ്ലൂ ഓർ റെഡ്, ബ്ലൂ നീല നിറത്തിലോ റെഡ് നിറത്തിലുള്ള ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് യൂസ്ഡ് വെൻ ദ പേഷ്യന്റ് ബിക്കം ഫോട്ടോ സെൻസിറ്റീവ്. അതെപ്പോഴാ? പേഷ്യന്റ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ. എന്താ ഫോട്ടോ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, നോർമൽ വർക്കിംഗ് ലൈറ്റ് പറ്റില്ലാത്ത പേഷ്യൻസ് ഇല്ലേ? നോർമൽ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത പേഷ്യൻസ്, അപ്പൊ അവരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ ലൈറ്റ് ഇടണം. അതിനെയാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആംബുലൻസിന്റെ ഉള്ളില്? നമ്മളിപ്പോ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോ അവിടെ സീറോ ബൾബ് ഇടാറില്ലേ നമ്മൾ മുറിയില്? അപ്പൊ വലിയ ലൈറ്റ് അവർക്ക് പറ്റൂല അല്ലെ? നമ്മൾ സാധാരണ ബൾബോ അല്ലെങ്കിൽ ട്യൂബിന്റെ വെട്ടോ, ആ വലിയ വെട്ടോ ഒന്നും ആ കുഞ്ഞു കുട്ടികൾക്ക് പറ്റൂല. അപ്പൊ നമ്മളവിടെ സീറോ ബൾബ് ഇടാറില്ലേ? അല്ലെ, ഡിം ലൈറ്റ്. അതുപോലെ തന്നെ ആംബുലൻസിൽ എന്ത് സാധാരണ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത പേഷ്യൻസ്, അതാണ് പേഷ്യന്റ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ, ലൈറ്റിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിന്റെ ഉള്ളില് ഈ ലൈറ്റ് നീല നിറത്തില് ആംബുലൻസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? രാത്രിയൊക്കെ പോകുമ്പോൾ ആംബുലൻസിന്റെ ഉള്ളില് നീല ലൈറ്റ് ഫുള്ള് നമ്മുടെ റൂമിൽ ഇങ്ങനെ സീറോ ബൾബ് ഇടുന്ന പോലെ തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ പുറമെയുള്ള ലൈറ്റുകളല്ല കേട്ടോ ഞാൻ പറയണേ, ആംബുലൻസിന് ഉള്ളിലുള്ള ലൈറ്റ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഷഹ്മ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് നോർമൽ വർക്കിംഗ് ലൈറ്റിന് പോകാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവര് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ആംബുലൻസിൽ വേണം. അതായത് ട്രോമ ലൈറ്റിംഗ് ഫെസിലിറ്റിയും കൂടി വേണം. അപ്പൊ അങ്ങനെ അതിന് പറ്റിയ സ്പെഷ്യൽ ലൈറ്റ് ആംബുലൻസിൽ കൊടുക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Beside to normal working lighting, ambulance can be fitted with a special lighting. Is called. അതിന് പറയുന്ന പേരെന്താ? It's called a special light. Normal working lightiന് പുറമെ ആംബുലൻസിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ലൈറ്റ് അതിന് പറയുന്നതാണ് ട്രോമ ലൈറ്റിംഗ്. കിട്ടിയ എല്ലാവർക്കും? ഇതാണ് ട്രോമ ലൈറ്റിംഗ്. അത് ഏതൊക്കെയാവാം? ബ്ലൂ നിറാവാം, റെഡ് കളറാവാം. ഏത് എങ്ങനെയാ? അപ്പൊ അവിടെ ചോദിക്കാം, നമ്മള്
പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ട്രോമ ലൈറ്റ് ഉപയോഗിക്കണം. അപ്പൊ ഏത് ലൈറ്റ് ഉപയോഗിക്കാമെന്ന് ചോദിക്കാം. ട്രോമ ലൈറ്റ്, ഓപ്ഷൻ ബി നോർമൽ വർക്കിംഗ് ലൈറ്റ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ സാധാരണ ലൈറ്റ് ഇട്ട് പോകാൻ പറ്റാത്ത പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ ലൈറ്റ് വേണം. ആ ഒരു സ്പെഷ്യൽ ലൈറ്റിനെയാണ് ട്രോമ ലൈറ്റ് എന്ന് പറയുന്നത്. അത് ബ്ലൂ നിറത്തിലോ അല്ലെങ്കിൽ റെഡ് നിറത്തിലോ ഒക്കെ ആകാം. ഓക്കെ, സാധാരണയുള്ള ലൈറ്റിന് പുറമെ അഡീഷണൽ ആയിട്ട് അത് ആംബുലൻസിൽ ഫിറ്റ് ചെയ്തേക്കണെയാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ചും കൂടി. നമ്മൾ മുറിയുടെ ഉള്ളിൽ സീറോ ബൾബ് ഇടൂലേ, അതുപോലെ ആംബുലൻസിന്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള വെട്ടം. അപ്പൊ ആ ലൈറ്റ് ഇട്ടിട്ട് വേണം അവരെ കൊണ്ടുപോകാൻ. സാധാരണ ലൈറ്റിൽ പോകാൻ എല്ലാ പേഷ്യൻസിനും പറ്റില്ല. ചില പേഷ്യൻസ് എന്നാ പറഞ്ഞേക്കുന്നത്, ചില പേഷ്യൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണെങ്കിൽ, ലൈറ്റിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ലൈറ്റ് ആണ് ട്രോമ ലൈറ്റിംഗ്. കിട്ടിയോ? ക്ലിയർ ആയോ അത്? ഓക്കെ. ഇനി അടുത്തതാണ് എയർ കണ്ടീഷനിങ്. AC കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലെ? മിക്കവർക്കും വീട്ടിൽ ഇപ്പൊ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ? ചൂടല്ലേ? എന്തിനാ നമ്മൾ AC ഫിറ്റ് ചെയ്യുന്നേ? AC എന്തിനാ? നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെ? വലിയ ചൂടൊക്കെ വരുമ്പോൾ നമുക്കൊരു നോർമൽ കണ്ടീഷൻ നിലനിർത്താൻ, അല്ലെങ്കിൽ നമുക്ക് തണുപ്പാക്ക് നമുക്ക് അത് AC-യുടെ ഇത് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. നോർമൽ മതിയെങ്കിൽ നോർമൽ മതി, നല്ല തണുവ് വേണമെങ്കിൽ അത് തണുവ്, അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് അല്ലെ? അതുപോലെ ഇവിടെ നമുക്ക് എയർ കണ്ടീഷനിങ്. അപ്പൊ അതൊന്ന് വായിക്കാൻ വന്നിട്ട് നമുക്ക് നോക്കാം. ആംബുലൻസ് ആർ ആക്ച്വലി എക്വിപ്ഡ് വിത്ത് സെപ്പറേറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അത് എല്ലാ ആംബുലൻസ് AC ആംബുലൻസ് അല്ല കേട്ടോ. ചില ആംബുലൻസുകളിലൊക്കെ പ്രത്യേക AC ആംബുലൻസ് ഉണ്ടാവും. വർക്കിംഗ് ഏരിയ ഫ്രം that which service the cab or vehicle. Cab എന്ന് പറഞ്ഞ വെഹിക്കിൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പേഷ്യൻസിനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോ അവർക്ക് എന്താ AC-യിൽ തന്നെ പോകേണ്ട പേഷ്യൻസ്, എയർ കണ്ടീഷനിങ് ഒറ്റ നോർമൽ ടെമ്പറേച്ചർ, നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് വർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നല്ല എക്വിപ്ഡ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. രണ്ട് കാര്യങ്ങളെ പറയുന്നത്. ഒന്നാമത്തെ എന്താ AC വെക്കുന്നത്? ആ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ എന്താ? ദിസ് ഹെൽപ് ടു കീപ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ദിസ് ഹെൽപ് ടു കീപ് ദ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഫോർ എനി പേഷ്യന്റ് ബീങ് ട്രീറ്റഡ്. സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അടുത്തതോ, and may also have an extra features such as filtering against airborne pathogens. ഇപ്പൊ സാധാരണ എയറിൽ ഒത്തിരി പാത്തോജൻസ് ഉണ്ടാവും, സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും അല്ലെ? എയർബോൺസ്, വായുവിലൂടെ പകരുന്ന ചില സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടാകും. ബാക്ടീരിയ, വൈറസ് ഒക്കെ പോലെയുള്ളതൊക്കെ. എയർ അത്ര പ്യുവർ അല്ല അല്ലെ? പ്യുവർ എയർ അല്ല നമ്മൾ ശ്വസിക്കുന്ന ഇത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഇതുമായിട്ടൊന്നും അറ്റാച്ച് ഇല്ലല്ലോ. മറ്റേ പുറമെ വായുവായിട്ട് ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ നമ്മൾ കാറിലൊക്കെ പോകുമ്പോ, വണ്ടിക്ക് പോകുമ്പോ AC ഇട്ട് പോവില്ലേ? അപ്പൊ പുറമേ നിന്നുള്ള പൊടിയൊന്നും നമുക്ക് കേറൂല അല്ലെ? AC ഇട്ടൊക്കെ പോകാറില്ല എല്ലാവരും അല്ലെ? പുറമേ നിന്നുള്ള പൊടിയോ ഇത് വരാതെയോ ഒക്കെ നമുക്ക് അതിൽ നിന്ന്, അങ്ങനെയുള്ള പാത്തോജൻസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ, അതിനെയൊക്കെ ഫിൽറ്റർ ചെയ്യാനായിട്ട്. അങ്ങനെ രണ്ട് ഇതാണ് നമ്മൾ AC ഉപയോഗിക്കുന്നത്. AC-യുടെ കാര്യം പറയുന്നത്. ഒന്നാമത്തെ, അങ്ങനെ എല്ലാ ആംബുലൻസും ഇല്ല, ചില ആംബുലൻസ് AC ആംബുലൻസ് ആയിരിക്കും, ഇങ്ങനെയുള്ള എയർ കണ്ടീഷനിങ് ഉള്ള ആംബുലൻസ് ആയിരിക്കും. അതായത് ആ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴും അവർക്ക് ചിലപ്പോ ചില പേഷ്യൻസിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട, അത് AC-യിൽ തന്നെ കൊണ്ടുപോകേണ്ട പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെ കൊണ്ടുപോകുന്ന പേഷ്യൻസിന് നോർമൽ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനാണ്. കീപ് ദ സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഉണ്ടാവും. സ്യൂട്ടബിൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും, പിന്നെ നമ്മൾ എന്താണ് എയർബോൺ പാത്തോജൻസ് അതിനൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് അതിന് എക്സ്ട്രാ ഫീച്ചേഴ്സ് സച്ച് ആസ് ഫിൽറ്ററിംഗ് എഗൻസ്റ്റ് എയർബോൺ പാത്തോജൻസ്. വേറെ എയർ, പുറമെയുള്ള എയർ ആയിട്ടൊന്നും കോണ്ടാക്ട് ഒന്നും വരുന്നില്ല. ഇങ്ങനെയുള്ള ആ സൂക്ഷ്മാണുക്കളിൽ നിന്നൊക്കെ സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എയർ കണ്ടീഷനിങ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉള്ള ലാസ്റ്റ് ഡേറ്റ റെക്കോർഡ്സ് ആണ്. ഡേറ്റ റെക്കോർഡ്സ്.
These are often set in ambulance to record such details as speed, braking power, and time, activation of active emergency warning such as lights, sirens, and the seatbelt usage. These are often used integrated with the GPS unit. These are often set in ambulance. ഈ ഡേറ്റ റെക്കോർഡ് എന്ന് പറയുന്നത് ആംബുലൻസിൽ എന്താ സെറ്റ് ചെയ്ത് ഓൾറെഡി ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡേറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡേറ്റ റെക്കോർഡ്സ്. അത് എന്തൊക്കെയാ നോക്കിയേ? To record. എന്തൊക്കെ റെക്കോർഡ് ചെയ്യും? അത് റെക്കോർഡ് സച്ച് ആസ് ഡീറ്റെയിൽ ഓഫ് സ്പീഡ്, ആംബുലൻസിന്റെ സ്പീഡ് റെക്കോർഡ് ചെയ്യാൻ. ബ്രേക്കിംഗ് പവർ, അത് ടൈം, ഏത് സമയത്ത് എത്ര ടൈമിൽ ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തു, എപ്പോ എത്തി, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ടൈം. ബ്രേക്കിംഗ് പവർ, അതിന്റെ ടൈം, ആക്ടിവേഷൻ ഓഫ് ആക്റ്റീവ് എമർജൻസി എമർജൻസി, എത്ര പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എത്ര ഡെത്ത് പേഷ്യൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്യാൻ ഓൾറെഡി ആംബുലൻസിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഡേറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, പിന്നെ അതുപോലെ ലൈറ്റുകള്, എമർജൻസി വാർണിംഗ് സച്ച് ലൈറ്റുകള്, സൈറൺ, സീറ്റ് ബെൽറ്റ് യൂസേജ്, ആംബുലൻസ് ഒക്കെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ്, എല്ലാത്തിനും അത് സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ്. സീറ്റ് ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കണം, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റുകള്, സൈറണ്, ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മള് ഇപ്പൊ നമുക്ക് ആംബുലൻസിന്റെ ഡ്രൈവറിന് അപ്പൊ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇപ്പൊ അതിന്റെ സ്പീഡ് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ ഇത്ര ഇത് പോയത്, അല്ലെങ്കിൽ അതിന്റെ ബ്രേക്കിംഗ് പവർ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ആംബുലൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഡേറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അത് ഏതാണ്? ഇന്റഗ്രേറ്റഡ് വിത്ത് GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നത്. GPS എന്തിനാ? ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് എഴുതി വെച്ച അവിടെ. ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് GPS എന്ന് പറയുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിരിക്കുന്നത്. They are often used integrated with the GPS unit. GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഓൺ ദ വേയിലൊക്കെ ആംബുലൻസിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ആംബുലൻസ് ഇപ്പൊ ഈ സ്പോട്ടില് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആംബുലൻസ് പോകുമ്പോഴോ ഏത് ലൊക്കേഷനായി അപ്പപ്പോ പോലീസിനൊക്കെ അവിടെ നിന്ന് അറിയാൻ പറ്റില്ല. അവർക്കിടെ ഇതിനകത്ത് നോക്കിയാ കൺട്രോൾ റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ന പൊസിഷനിൽ ആംബുലൻസ് എത്തി, ഇന്ന പൊസിഷനിൽ എത്തി, ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത്ര സമയം കൊണ്ട് എത്തി, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കത് എന്താ പറയാ, അങ്ങനെ നമുക്ക് ഈ GPS യൂണിറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആംബുലൻസിന്റെ കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് GPS എന്ന് പറയുന്നത്. ഇത് ഇതാണ് ഇന്റഗ്രേറ്റഡ് GPS-ഉമായിട്ട് സംയോജിപ്പിച്ചിരിക്കും ഈ ഡേറ്റ റെക്കോർഡ്സുകൾ. ഓക്കെ, ഡേറ്റ റെക്കോർഡ്സ് GPS-ഉമായിട്ട് സംയോജിപ്പിച്ചായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ഗ്ലോബൽ പൊസിഷനിങ്, POSITIONAL, പൊസിഷനിങ് സിസ്റ്റം. POSITIONIO, പൊസിഷനിങ്, പൊസിഷനിങ് സിസ്റ്റം. പൊസിഷനിങ് സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ഓക്കെ, അപ്പൊ 7 എണ്ണാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് കേട്ടോ. ആംബുലൻസിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ മറ്റുള്ള എക്യുപ്മെന്റ്സിന് പുറമെ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആണ്. ഒന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്ത് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ടു-വേ റേഡിയോ, മൊബൈൽ ഡേറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ്, CCTV, ചെയിൻ ലിഫ്റ്റ് ഓർ റാമ്പ്, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഡേറ്റ റെക്കോർഡ്സ്. ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ബൈ.